പശ്ചിമബംഗാൾ ഗവർണർ സി.വി. ആനന്ദബോസിനെതിരെ പരാതിക്കാരി രംഗത്തെത്തിയിരിക്കുന്നു. അന്വേഷണവുമായി സഹകരിക്കാതിരിക്കാൻ ജീവനക്കാരെ രാജ്ഭവൻ ഭീഷണിപ്പെടുത്തുന്നുവെന്നാണ് ആരോപണം. പരാതി നുണയാണെങ്കിൽ ഭരണഘടനാ പരിരക്ഷയുടെ സുരക്ഷ ഗവർണർ തേടുന്നതെന്തിനാണ്? നിരപരാധിയാണെങ്കിൽ അന്വേഷണത്തിൽ നിന്ന് ഒളിച്ചോടുന്നത് എന്തിനാണെന്നുമാണ് വിമർശനം. നിലവിലെ പോലീസ് അന്വേഷണത്തിൽ ഏതായാലും തൃപ്തിയുണ്ട് എന്ന് തന്നെയാണ് പരാതിക്കാരി പറയുന്നത്. ശരത് കെ ശശി നൽകും വിവരങ്ങൾ. ശരത്ത്, പൂർണ്ണമായും ആരോപണങ്ങൾ നിഷേധിക്കുകയായിരുന്നു സി.വി. ആനന്ദബോസ് ബംഗാൾ ഗവർണർ ചെയ്തത്. പക്ഷേ രാജ്ഭവനിലെ ജീവനക്കാരോട് കഴിഞ്ഞ ദിവസം ചോദ്യം ചെയ്യലിന് ഹാജരാക്കാൻ പറഞ്ഞപ്പോൾ അദ്ദേഹം അത് ഡിനൈ ചെയ്യുന്നു, അവരെ നിർബന്ധിക്കുന്നു അത് പോകണ്ടെന്ന് പറഞ്ഞുകൊണ്ട്. ഇപ്പോൾ പരാതിക്കാരി തന്നെ രംഗത്തെത്തിയിരിക്കുകയാണ്. എന്താണ് അവർ പറയുന്നത്? കഴിഞ്ഞയാഴ്ചയാണ് ബംഗാൾ ഗവർണർ സി.വി. ആനന്ദബോസിനെതിരെ രാജ്ഭവനിലെ താൽക്കാലിക ജീവനക്കാരി ലൈംഗിക അതിക്രമ പരാതി നൽകിയത്. ഈ പരാതിയുമായി ബന്ധപ്പെട്ട് ബംഗാൾ പോലീസ് പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് അന്വേഷണം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിന്റെ ഭാഗമായി രാജ്ഭവൻ ജീവനക്കാരോട് ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്നും അതുപോലെ തന്നെ രാജ്ഭവനിലെ CCTV ദൃശ്യങ്ങൾ അന്വേഷണ സംഘത്തിന് കൈമാറണം എന്നുമുള്ള ആവശ്യം പോലീസ് മുന്നോട്ട് വയ്ക്കുകയും ചെയ്തു. പക്ഷേ രാജ്ഭവൻ അത് അനുവദിച്ചില്ല. രാജ്ഭവന്റെ ഉദ്യോഗസ്ഥരോട് ചോദ്യം ചെയ്യലിന് ഹാജരാകേണ്ടതില്ല, ജീവനക്കാർ ചോദ്യം ചെയ്യലിന് പോകേണ്ടതില്ല എന്ന് ഔദ്യോഗികമായി തന്നെ ബംഗാൾ ഗവർണർ നിർദ്ദേശം നൽകി. ഇതിനെതിരെയാണ് ഇപ്പോൾ പരാതിക്കാരി രംഗത്ത് വന്നിരിക്കുന്നത്. രാജ്ഭവൻ ജീവനക്കാരെ ഗവർണറും അദ്ദേഹത്തിന്റെ ഓഫീസർ ഓൺ സ്പെഷ്യൽ ഡ്യൂട്ടിയും ഭീഷണിപ്പെടുത്തുകയാണ്. അന്വേഷണവുമായി സഹകരിക്കരുതെന്ന് ഈ ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തുകയാണ് ബംഗാൾ ഗവർണർ ചെയ്യുന്നത് എന്നതാണ് പരാതിക്കാരി ആരോപണമായി മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അന്വേഷണത്തെ ഭയക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം തെറ്റ് ചെയ്തു എന്ന ഗവർണറുടെ ബോധ്യമാണ് എന്ന ആരോപണവും പരാതിക്കാരി മുന്നോട്ട് വയ്ക്കുന്നു. ഈ കേസുമായി ബന്ധപ്പെട്ട് തൻ്റെ പരാതി നുണയാണെങ്കിൽ എന്തുകൊണ്ടാണ് ഭരണഘടനാ സുരക്ഷ എന്ന പരിരക്ഷയിൽ അഭയം പ്രാപിക്കുന്നത് എന്ന ചോദ്യവും ഇതോടൊപ്പം തന്നെ പരാതിക്കാരി ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട്. താൻ ഏത് തരത്തിലുള്ള അന്വേഷണവുമായി സഹകരിക്കാൻ തയ്യാറാണ്, പക്ഷേ ഗവർണർ അതിന് തയ്യാറാകുന്നില്ല എന്നുള്ള കാര്യം അവർ ചൂണ്ടിക്കാണിക്കുന്നു. ഇപ്പോഴത്തെ പോലീസ് അന്വേഷണത്തിൽ തൃപ്തിയുണ്ട്. ഏതെങ്കിലും തരത്തിൽ അന്വേഷണവുമായി ബന്ധപ്പെട്ട് പാകപ്പിഴകൾ ഉണ്ടെങ്കിൽ ആ ഘട്ടത്തിൽ അതുമായി ബന്ധപ്പെട്ട് തുടർ നടപടികളിലേക്ക് കടക്കുമെന്നും അവർ വ്യക്തമാക്കിയിട്ടുണ്ട്.